വണ്ടി നിർത്തുന്ന നോക്കിയിരിക്കുന്നുണ്ട്. ആണ്ടാ വണ്ടിയെ കയറി രാവിലെ 4. അതെ, രാവിലെ 4:45 ഇറങ്ങി അതിരപ്പള്ളി വാഴച്ചാല് വഴി പൊള്ളാച്ചിയിലേക്ക് എത്താനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഈ വഴി തന്നെ ഇതെല്ലാം ആന പറിച്ചിരുന്ന ഈ പാലം എന്റെ ഫോണ് വീഡിയോ എടുക്കും. അതിരപ്പള്ളിയിലേക്ക് എത്താൻ ഏഴാറ്റുമുഖം വഴി പോയാൽ വളരെ വേഗം എത്തുകയും ചെയ്യാം, ഒരുപാട് മൃഗങ്ങളെയും കാണാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വഴി തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ഏഴാറ്റുമുഖത്ത് ആനയെ നമ്മൾ കണ്ടു. ആണ്ടാ വണ്ടിയെ കയറി ഓ സൂപ്പർ. അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും കൊണ്ട് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെത്തി. നേരത്തെ തന്നെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ അധികമായിട്ടൊന്നും പറയുന്നില്ല. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം ഏകദേശം 80 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മനോഹര ചിത്രങ്ങളൊക്കെ എടുത്ത് നമ്മുടെയും കുറച്ച് സെൽഫികളൊക്കെ എടുത്ത് വീണ്ടും ഇവിടെ നിന്ന് വാഴച്ചാലിലേക്ക് പോവുകയാണ്. അതിരപ്പള്ളിയിൽ നിന്ന് 7 കിലോമീറ്ററാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. അവിടെയും ഇതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ കാടാണ്. പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് എത്താനായിട്ട്. വീണ്ടും നമ്മൾ മലക്കപ്പാറ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. നാട്ടുകാരോട് ചോദിച്ചാൽ തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് മലക്കപ്പാറ റൂട്ടിലേക്ക് നമ്മൾ കടന്നു. മലക്കപ്പാറയ്ക്ക് കയറുമ്പോഴും വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ തന്നെ. അതും കഴിഞ്ഞ് വേണം പോകാനായിട്ട്. അവർ ഈ നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് 48 കിലോമീറ്ററാണ് പറയുന്നത്. ആ 48 കിലോമീറ്ററിനിടയ്ക്കുള്ളിൽ നമുക്ക് പല കാഴ്ചകളും കാണാനായിട്ട് സാധിക്കും. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാടുകളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും ലയങ്ങളും ഒരുപാട് തമിഴിൽ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളും ക്രിസ്ത്യൻ പള്ളികളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട്. ഇതിൻ്റെയൊക്കെ വോയിസ് നീ തന്നെ ഇട്ടോളൂല്ലോ അല്ലേ? അതെ, നമുക്ക് പറ്റിയ കുറച്ച് കൂട്ടുകാരും നല്ലൊരു വണ്ടിയും ഉണ്ടെങ്കിൽ മലക്കപ്പാറ വാഴച്ചാല് അതിരപ്പള്ളി റൂട്ട് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാവും നമുക്കെല്ലാവർക്കും. മുഴുതല്ലേ മലക്കപ്പാറയിലെത്തി ഞങ്ങൾ അവിടെ നിന്ന് പൊള്ളാച്ചിക്ക് പോകാനാണ് വീണ്ടും പ്ലാൻ ചെയ്തത്. മലക്കപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിലാണ് വീണ്ടും നമ്മൾ. ഷോളയാർ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ വെയിലായതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി നിൽക്കാതെ നമുക്ക് ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു.
ഡാം ഇതേണ്ട ഡാമിൻ്റെ എവിടെ നമ്മുടെ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല റോഡാണ് നമുക്ക് കിട്ടുന്നത്. യാതൊരു കുണ്ടും കുഴിയും ഇല്ലാതെ നല്ല രീതിയിൽ ടാർ ചെയ്തിരിക്കുന്ന റോഡായതുകൊണ്ട് നമുക്ക് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാനായിട്ട് സാധിക്കുന്നൊരു റോഡ് തന്നെയാണിത്. കേരള ബോർഡറിന് മുമ്പ് വരെയുള്ള റോഡ് വളരെ മോശം തന്നെയായിരുന്നു. ഇടയ്ക്കെല്ലാം കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടേക്ക് കയറിയപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനുഭവം മനസ്സിലാവും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുവഴി സഞ്ചരിച്ചിട്ടുള്ളവരാണെങ്കിലും ഉറപ്പായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ റീലിനകത്തൊക്കെ കാണുന്ന അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടുണ്ടല്ലോ, ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകളും തേയിലയും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം. എല്ലാവരും ഇവിടെയാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചിയിലെത്താറായിരുന്നു. വീഡിയോയിലൊക്കെ കാണുന്ന മറ്റൊരു അടിപൊളി സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനി പൊള്ളാച്ചിക്ക് നമുക്ക് പോകേണ്ടത്. ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന സിംഹവാലൻ കുരങ്ങാണിത്. വളരെ റെയറായിട്ടുള്ള ഒരു സ്പീഷ്യസാണിത്. രാവിലെ പോയാലേ നമുക്ക് ആദ്യം അവിടെ ചെന്നിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള പാലക്കാടിന്റെ ചൂടൊക്കെ കിട്ടുന്നതിന് മുന്നേ അവിടുന്ന് വേഗം അടുത്ത ദിവസത്തെ കാര്യങ്ങളും ഭാവി കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ പറ്റിയൊരു റൂട്ട് തന്നെയാണ് ഈ റൂട്ട്. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടല്ലോ അല്ലേ? നാൽപ്പത്തിയഞ്ച് ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് വേണം നമുക്ക് പൊള്ളാച്ചിയിലേക്ക് എത്താനായിട്ട്. അതിൽ 5 ഇപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഇങ്ങനെ ഓരോ ഹെയർ ഞങ്ങളിത് വാൽപ്പാറ കഴിഞ്ഞ് പൊള്ളാച്ചിക്ക് സെറ്റപ്പുകളോ ചോറില്ല, ചോറിനാ കാട്ടില്ല ഇറങ്ങിയാലോ. മറ്റേ എലിഞ്ഞു വരുന്ന സാധനത്തിനെ കിട്ടിയാൽ ഈ ഡാമിന്റെ വ്യൂ ഉണ്ട്. അന്യായമാണ്. എവിടെ കിട്ടുന്നില്ലേ? ശരി, 37 വളവ്.
കാറ്റൊക്കെ അത്രയും നേരം തണുപ്പടിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ എന്താണ് ലെഫ്റ്റ് ആട്ടോ 500 മീറ്റർ 500 മീറ്റർ അപ്പം ഞാൻ തന്നെ അല്ലടാ ഗൂഗിൾ മാപ്പ് നല്ലത് 350 മീറ്റർ അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയുടെ മനോഹരമായ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പാലക്കാടോ അങ്ങനെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ഒരു റോഡും അടിപൊളിയായിട്ടുള്ള വ്യൂകളുമായിരുന്നു പൊള്ളാച്ചി പാലവും കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നതായിരിക്കും.